പഹൽഗാം ആക്രമണം പാകിസ്ഥാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് പഹൽഗാം ആക്രമണം എന്ന് പാകിസ്ഥാന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും. എന്താ വെച്ചാൽ മുട്ടം പണിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. മോദിയുടെ വക മുട്ടം പണി ഇന്ത്യയുടെ വക. പാകിസ്ഥാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പണ്ടത്തെ പോലെ ഇപ്പോഴും കോൺഗ്രസ് ഭരിക്കണമെന്ന് വിചാരിച്ചിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ആണൊരുത്തനാണ്, തന്തയ്ക്ക് പറന്നൊരുത്തനാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള കാര്യം അവർ മറന്നു. അവരിങ്ങോട്ടൊരു പണി കൊടുത്തു കഴിഞ്ഞാൽ 100 പണി അങ്ങോട്ട് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം അവർ മറന്നു. അവർ ഇവിടുത്തെ പാവം പിടിച്ച 26 സാധാരണക്കാരെ കൊന്നു തള്ളിയപ്പോൾ, അവരുടെ സിന്ദൂരം മാച്ച് കളഞ്ഞപ്പോൾ, അതിന് സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളി മുട്ടം പണി ഇന്ത്യ അങ്ങോട്ട് കൊടുത്തു. പാകിസ്ഥാൻ്റെ 9 കേന്ദ്രങ്ങൾ, ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ അങ്ങ് തകർത്ത് കളഞ്ഞു. പക്ഷേ ഇന്ത്യ ഒരു കാര്യം ചെയ്തു, പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്ത് കളഞ്ഞത്, അല്ലാതെ അവിടുത്തെ സാധാരണക്കാരെയോ പട്ടാളക്കാരെയോ പട്ടാള കേന്ദ്രങ്ങളോ ഒന്നും തന്നെ തകർക്കുകയോ ആക്രമിക്കുകയോ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഇതിൻ്റെ പേരിൽ ഒന്നും തന്നെ ചെയ്യാൻ പാകിസ്ഥാന് കഴിയില്ല. ഓൾറെഡി അങ്ങനെ ഒരു കരാറുള്ളതാണ്. പക്ഷെ പാകിസ്ഥാനിൽ എന്താണ് ഉണ്ടായെന്ന് നിങ്ങൾക്ക് കണ്ടല്ലോ, ഇന്നലെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പാകിസ്ഥാനിൽ ഈ ഭീകരന്മാർ മരിച്ചപ്പോൾ അവരുടെ ശവസംസ്കാരത്തിന് പോലും അവിടെ ഉണ്ടായിരുന്നത് അവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസികളിലെയും പട്ടാളത്തിലെയും പോലീസിലെയും ഒക്കെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവർ തീവ്രവാദത്തെ വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണെന്നുള്ളത് ഇതിലും വ്യക്തമായ രീതിയിലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒന്നാണ്. പക്ഷെ പിന്നെ പാകിസ്ഥാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഇന്നലെ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ആക്രമണം അത് ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ വിട്ടുകളഞ്ഞാലും പിന്നെ അവർ വൈകുന്നേരം ഒരു 1 മണി 1:30 നേരത്ത് നമുക്കിട്ട് പണിയാന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറേ മിസൈലുകളും ഡ്രോണുകളൊക്കെ വിട്ട് ഇന്ത്യയെ അങ്ങ് തകർത്ത് കളയാമെന്ന് അവർ വിചാരിച്ചത്. പക്ഷെ അത് മുട്ടം പണിയാണ് ഇപ്പോൾ പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ 1 മണി 1:30 നേരത്തോട് കൂടിയിട്ട് ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ഡ്രോണും ഒക്കെ ഉപയോഗിച്ച് ഏകദേശം ഇന്ത്യയിലെ ഒരു 15 സ്ഥലത്തേക്കാണ് അവർ ആക്രമണം നടത്തിയത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള S-400 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അതെല്ലാം തകർക്കുകയും തിരിച്ചങ്ങോട്ട് മുട്ടം പണി കൊടുക്കുകയും ചെയ്തു. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു. അതായത് നമ്മുടെ S-400 എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഏകദേശം 600 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വരെ നമുക്ക് വരുന്ന ആക്രമണങ്ങളെ മനസ്സിലാക്കുകയും ഏകദേശം 40 മുതൽ 400 കിലോമീറ്റർ ദൂരത്ത് വരെ പോയി അതിനെ ചെറുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതുമാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പല വേരിയന്റിലുള്ള ആക്രമണങ്ങളെയും പോയി തകർക്കാൻ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിവുണ്ട്. പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ചൈന കൊടുത്തിട്ടുള്ള സ്നേഹ സമ്മാനം, അതായത് മുട്ടം പണിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അതങ്ങോട്ട് പൊട്ടിച്ച് പിടുക്കാമണി പൊട്ടിച്ചെറിയുന്ന പോലെ അങ്ങോട്ട് ഇന്ത്യ പൊട്ടിച്ചങ്ങോട്ട് കളഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങി ഇന്ത്യ. ഇന്നലെ അവർ 15 സ്ഥലത്താണ്, ഇന്ത്യയിലെ 15 സ്ഥലത്താണ് ആക്രമണം നടത്തിയത് ഈ മിസൈലുകളും ഡ്രോണും ഉപയോഗിച്ച്. അത് ഏതൊക്കെയാണ് സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പഠാൻകോട്ട്, ജലന്ധർ, കപൂർവാല, ലുധിയാന, ആദംപൂർ, ചണ്ഡീഗഡ്, നൽ, ഫലോദി, അമൃത്സർ, ഉത്തർലായി, ഭൂജ്, ബട്ടിഡ തുടങ്ങിയ 15 സ്ഥലത്താണ് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തത്. ഇതിനെ മൊത്തത്തിൽ S-400 എന്ന് പറയുന്ന നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു. കൂടാതെ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റവും തകർത്തു കളഞ്ഞു. ഇപ്പം പാകിസ്ഥാൻ ആലോചിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ദുഃഖിക്കുന്നുണ്ടാവും, പെഹൽഗാമിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തണ്ടായിരുന്നു എന്ന്. അതിനുള്ള മുട്ടം പണി ഇങ്ങനെ കിട്ടുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. അവർ വിചാരിച്ചിട്ടുണ്ടാവും പണ്ടത്തെ പോലെ, കോൺഗ്രസ് സർക്കാരിൻ്റെ പോലെ എത്ര തന്നെ പിടിച്ചെടുത്താലും തിരിച്ചു തരും, അല്ലെങ്കിൽ എത്ര ആളുകളെ കൊന്നാലും പ്രശ്നമുള്ളതല്ല, നമ്മുടെ ആളുകളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു തരും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം കിട്ടുന്ന മുട്ടം പണിയാണെന്നുള്ള കാര്യം അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. തന്തയ്ക്ക് വരുന്ന ആണൊരുത്തനാണ് ഇപ്പം ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യ ഭരിക്കുന്നത് തന്തയ്ക്ക് പറഞ്ഞ ആണൊരുത്തൻ ആണെന്നുള്ള കാര്യം. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട്, അതായത് ഇന്നലെ നടന്ന ഒരു അറ്റാക്കോട് കൂടിയിട്ട് ഇപ്പൊ മോദി പാകിസ്ഥാൻ ഒരു ലെറ്റർ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ലെറ്ററിൽ പറയുന്നത് ഇതാണ്: ഭാരതം ഇതുവരെ പാകിസ്ഥാന്റെ ജനങ്ങളെയോ ആർമിയെയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഭാരതം പാകിസ്ഥാന്റെ ടെററിസ്റ്റ് കൺസ്ട്രക്ഷൻ, അതായത് ടെററിസ്റ്റുകളുടെ ഗർഭപാത്രം മാത്രമാണ് നശിപ്പിച്ചത്. പക്ഷെ പാകിസ്ഥാൻ ഭാരതത്തിലെ സാധാരണ ജനങ്ങളെയും പട്ടാളത്തെയും ആക്രമിക്കാൻ മിസൈൽ അയച്ചെങ്കിൽ അത് യുദ്ധപ്രഖ്യാപനമാണ്. നിങ്ങൾ ഞങ്ങളുടെ 15 സ്ഥലത്ത് ആക്രമണം നടത്തി, ഇതിന് തിരിച്ചടി ഇന്ത്യ നൽകും. ഇന്ത്യയിലെ 15 സ്ഥലത്ത്, അതായത് അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പഠാൻകോട്ട്, ജലന്ധർ, കപൂർവാല, ലുധിയാന, ആദംപൂർ, ചണ്ഡീഗഡ്, നൽ, ഫലോദി, അമൃത്സർ,
ഉത്തർലായി, ഭൂജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങൾ ആക്രമിച്ചു. ഇതിന് പകരമായി ഇന്ത്യ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കുകയും പാകിസ്ഥാന്റെ പല സ്ഥലത്തും ഇന്ത്യ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും ഇന്ത്യയിലെ ആളുകളെയും പട്ടാളത്തെയും ആക്രമിച്ചതിനാൽ ഇത് യുദ്ധമാണ് എന്നും മോദി പാകിസ്ഥാനെ അറിയിച്ചു. ഇപ്പം എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, ഈ ചൈന കിടന്ന് എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൊത്തം പൊട്ടാത്ത നനഞ്ഞ അമിട്ടുകളാണ് ചൈനയുടെ കയ്യിലുള്ളത് എന്ന്. അല്ലെങ്കിൽ പിന്നെ ചൈന പാകിസ്ഥാനെ നല്ല വൃത്തിയായി തേച്ചു പണി കൊടുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ.